ഈ അമ്പലത്തിൽ എന്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല പീരീഡ് സമയത്തിൽ? റോസ്റ്റിംഗ് ആണ്, സൊസൈറ്റിനെ റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് പീരിയഡ്സ്. അതെ, സംഭവം പീരിയഡ്സ് എന്താണ് പോലും എനിക്ക് ഒരു ഏജ് വരെ എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെയാണ് ഇങ്ങനെയൊക്കെയാണല്ലേ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ അടിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഓ ഇങ്ങനെയൊക്കെയാണല്ലേ, എല്ലാ മാസവും ഇങ്ങനെ സംഭവിക്കുമല്ലേ. പണ്ടൊക്കെ കൊച്ചിലെ, ഇപ്പോഴും കൊച്ചൊക്കെയാണ്, പണ്ട് കൊച്ചിലെ ഇത് ഈ സംഭവം എന്താണ്, ഇത് എന്താ ബ്രെഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്ന കാലങ്ങളും ഉണ്ടായിരുന്നു. ഇതെന്താ സംഭവം, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ, എന്നെ പഠിപ്പിച്ചു തരൂ. പക്ഷേ ഞാനൊരു LKG കുട്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിച്ചു തരാൻ. ഓക്കെ ആണല്ലോ. അപ്പനെ ഒരു 3ാം ക്ലാസ് 3 ഒക്കെയാണ്. പീരിയഡ്സ് എന്ന് പറയുന്ന സംഭവം എന്താണ് സംഭവം? അറിയാമോ? ഇല്ല, ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാമോ എന്താണ് പീരിയഡ്സ്? അറിയാം, നിങ്ങൾക്ക് അറിയാമോ? എനിക്ക് ഞാൻ ഗൂഗിൾ അല്ല അറിയാം, പക്ഷെ എനിക്ക് അങ്ങനെ അറിയില്ല സത്യം പറഞ്ഞ. ലൈക്ക് ഇങ്ങനെ എല്ലാ മാസം വരുന്നറിയാം, അത് എനിക്ക് വരുന്നുണ്ടല്ലോ, എനിക്കറിയാലോ. അല്ല, അപ്പൊ ഞാൻ ഇങ്ങനെ ഗൂഗിളിൽ നോക്കി മനസ്സിലാക്കാറുണ്ട്, അല്ലാണ്ട് ആരുടെടുത്തും ചോദിച്ചതല്ല. ഞാൻ ഗൂഗിൾ നോക്കിയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട്സിന് ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത്, ഓക്കെ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സംഭവം എന്താ, ബോഡി കുഞ്ഞുണ്ടാവുമല്ലോ, അപ്പൊ അതിനു വേണ്ടി യൂട്രസ് ഉള്ള ആൾക്കാർക്കാണ് ഈ പീരിയഡ്സ് വരിക. ഗേൾസിനാണ് യൂട്രസ് ഉള്ളത്, അപ്പോൾ അവർക്കാണ് പീരിയഡ്സ് വരുന്നത്. കുഞ്ഞ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്, ബോഡി പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പോൾ പലർക്കും പല ഏജിലാണ് ഇത് ഫസ്റ്റ് ടൈം വരിക. ഒരു എനിക്ക് തോന്നുന്നു 10-11 വയസ്സ് തൊട്ട് പല ഏജിലായിട്ട് ആൾക്കാർ ഇത് കുട്ടികൾക്ക് വന്നു തുടങ്ങും. ഫസ്റ്റ് ടൈം ഒന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ മാസവും റെഗുലറായിട്ട് വരുന്ന ഒരു ഇതാണ്. ഒരു എനിക്ക് തോന്നുന്നു 20-25 ഡേയ്സോ അങ്ങനെ എന്തോ ഒരു ഇന്റർവെൽ അനുസരിച്ച് 28 ഇന്റർവെൽ അനുസരിച്ചാണ് ഇത് വരുന്നത്. യൂട്രസിന്റെ ലൈനിങ് എന്ന് വെച്ചാൽ നമ്മൾ മന്ത്ലി വരുന്നതെന്ന് പറഞ്ഞാൽ 28 ഡേയ്സ് സൈക്കിളായിരിക്കും. അപ്പം നമ്മൾ യൂട്രസ് ഓരോ മന്തും ബേബിക്ക് വേണ്ടി പ്രിപ്പറേഷൻ നടത്തും. ആ പ്രിപ്പറേഷനിൽ ഇൻ കേസ് ആ ബേബി അവിടെ ഫോം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്രസിന്റെ ലൈനിങ് പൊട്ടി ബ്ലീഡ് ചെയ്ത് പുറത്തോട്ട് പോകും. ആ ഒരു പ്രോസസ്സാണ് പീരിയഡ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാ മന്തും യൂട്രസ് പ്രിപ്പയർ ചെയ്യും. ഇൻ കേസ് ബേബി അവിടെ വന്നിട്ടില്ലെങ്കിൽ ആ ബ്ലഡ് പുറത്തേക്ക് പോകും, ആ ലൈനിങ് പൊട്ടി ആ ബ്ലഡ് പുറത്തേക്ക് പോകും. ആ ഒരു പ്രിപ്പറേഷൻ ആണ് ഈ പീരിയഡ്സ്. പീരിയഡ്സ് അല്ല, പ്രിപ്പറേഷന്റെ ഒരു പാർട്ടാണ് പീരിയഡ്സ് എന്ന് പറയുന്നത്. ആ ഷെഡായി പോകുന്നത്. ഞാൻ ഇങ്ങനെ ഗൂഗിൾ അടിച്ച് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായത് ഇത് എന്താ ബോഡിയിലുള്ള വേസ്റ്റ് ഒക്കെയാണ് ഇങ്ങനെ ബ്ലഡ് ആയിട്ട് പോകുന്നതെന്ന്. അതാണോ? വേസ്റ്റ് പറയാൻ പറ്റില്ല, വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഗൂഗിളും അങ്ങനെയല്ല. എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി ആ ഒരു യൂട്രസിന്റെ അകത്താണല്ലോ ബേബി വളരുന്നത്. അതിന് വേണ്ട കാര്യങ്ങളായിരിക്കും ആ ഒരു ബ്ലഡിന്റെ അകത്ത് ഉണ്ടാവുക. പക്ഷെ അത് വേസ്റ്റ് എന്ന് പറയാൻ കാരണം ബേബി വന്നില്ലല്ലോ, അപ്പൊ അത് വേസ്റ്റ് ആയല്ലോ. നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അത് പോകുന്നത്. കുഞ്ഞുണ്ടെങ്കിൽ അത് ഞാൻ ചിരിച്ചിരുമ്പോ ചേച്ചിയെടുത്ത് ചോദിച്ചു ക്ലിയർ ചെയ്തായിരുന്നു. അത് ഓരോ മാസം ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ബേബിക്ക് വേണ്ടി. അപ്പൊ അത് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല, അതവിടെ കിടക്കേണ്ട ആവശ്യമില്ല, അതാണ് അത് പോകുന്നത്. അതാണ് ഇപ്പൊ വീട്ടുകാർക്ക് ചോദിക്കുന്നത്, പീരിയഡ്സ് മിസ്സായോന്നല്ലേ? ഇതൊക്കെ ഞാൻ എവിടെ പോയി ചോദിക്കും, ആര് പറഞ്ഞു തരും? ഇപ്പൊ മനസ്സിലായില്ലേ നിനക്ക്? ഇപ്പൊ മനസ്സിലായി. ആ ലൈനിങ് ആണ് എല്ലാത്തിലും ഉള്ള സംഭവല്ലേ, ലൈനിങ് ആണ് പോകുന്നത്. ലൈനിങ്, ഓ അതാണ് സംഭവം. ഓരോരുത്തരുടെ ഓരോ ബോഡി ടൈപ്പ് അനുസരിച്ചാണ് വരുന്നത്. എങ്ങനെയാണ് സംഭവം? ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് അനുസരിച്ചായിരിക്കും ഇത് വരുന്നത്. ചിലർക്ക് കറക്റ്റ് 28 ഡേയ്സ് സൈക്കിൾ ആയിരിക്കും, ചിലർക്ക് കുറച്ച് മുന്നേ വരും 25, ചിലർക്ക് 20 വരാം, പിന്നെ ചിലർക്ക് 32. ലൈക്ക് ഇറ്റ് മേ വേരി അക്കോർഡിംഗ് ടു ദ ബോഡി ടൈപ്പ്. അപ്പൊ അങ്ങനെ സംഭവിക്കാം. പിന്നെ പെയിനിന്റെ ലെവല്, ചിലർക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും, സഹിക്കാൻ പറ്റാത്ത പെയിൻ ആയിരിക്കും, ചിലരെ അറിയത്തുപോലും ഇല്ല, ആ രീതിയിൽ പക്ക നോർമൽ ആയിരിക്കും. പലരെ ബോഡി ടൈപ്പ് അനുസരിച്ചായിരിക്കും ഇത് പോകുന്നത്. ചിലർക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിരിക്കും, ബോഡി പെയിൻ, ബാക്ക് പെയിൻ, കാല് വേദന, ഭയങ്കര പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരും ഉണ്ട് ഈച്ച് ആൻഡ് എവറി മന്ത്. പീരിയഡ്സ് വരുന്ന 7 ഡേയ്സ് ആയിരിക്കില്ല, ചിലപ്പോൾ അതിന്റെ 1 വീക്കോ 2 വീക്കോ മുന്നേ ഈ പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ട് വരാം. പക്ഷെ
അത് എല്ലാവർക്കും വരണമെന്നില്ല. പക്ഷെ ഒരാൾക്ക് വന്നില്ല എന്ന് പറഞ്ഞത് മറ്റേയാൾക്കും വന്നുകൂടാ, അല്ലെങ്കിൽ അങ്ങനെ ഇല്ല. ഓരോരുത്തർ ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ ഇപ്പൊ അമ്മയ്ക്കും ചേച്ചിക്കും ഒന്നും അങ്ങനെ പ്രശ്നമില്ല, പക്ഷെ എനിക്ക് വേദന വരാറുണ്ട്. അപ്പൊ നമുക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിക്കാം. എങ്ങനെയായിരുന്നു പേഴ്സണൽ എക്സ്പീരിയൻസ്? പറയും. എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് എൻ്റെ വർക്ക് പോലും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം കോളേജിൽ വർക്കിൽ ഒന്നും എനിക്ക് പ്രോപ്പറായിട്ട് അന്നത്തെ ദിവസം എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര വേദനയാണ്. പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആകാറുണ്ട്, വോമിറ്റിംഗ് അതിൻ്റെ കൂട്ടത്തിൽ വരാറുണ്ട്. ബാക്ക് പെയിൻ അധികം ഇല്ലെങ്കിൽ ബാക്ക് പെയിൻ അറിയാത്തതാണ് മേ ബി ഉണ്ടായിരിക്കും. ഈ സ്റ്റൊമക്കേക്ക് കാരണം ബാക്ക് പെയിൻ ഒന്നും അറിയാതെ പോകുന്നതാണെന്നാണ് എനിക്ക് ഒരു പോയിന്റിൽ മനസ്സിലായത്. അത്രയ്ക്ക് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈച്ച് ആൻഡ് എവറി മന്ത് 28 ഡേയ്സ്, ഈച്ച് ആൻഡ് എവറി 28 ഡേയ്സ് ഞാനിത് സ്ട്രഗ്ലിംഗ് ആണ്. ഹോസ്പിറ്റലൈസ്ഡും ആകും. ഫസ്റ്റ് ഡേ ആണ് ഇല്ല ഒരു വീക്ക് ആണ്? എനിക്ക് ഫസ്റ്റ് കുറച്ച് അവേഴ്സ് പ്രശ്നം കാണില്ല, മേ ബി കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 8 hours ഒക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 5 hours കഴിയുമ്പോഴത്തേക്ക് പിന്നെ തുടങ്ങും പതിയെ. അത് കഴിഞ്ഞിട്ട് അത് തൊട്ട് അങ്ങോട്ട് ഒരു 1.5 day ഭയങ്കര പെയിൻ. ഒരു 24 hours കഴിയുമ്പോഴത്തേക്കും സെക്കൻഡ് ഡേ ആവുമല്ലോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 12 hours അല്ലെങ്കിൽ ഒരു 18 hours വീണ്ടും പെയിൻ ഉണ്ടാവും. ഫസ്റ്റ് ഡേ ആൻഡ് സെക്കൻഡ് ഡേ ആണ് എനിക്ക് ഭയങ്കര ടെറബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഭയങ്കര പ്രശ്നമായിട്ട് എനിക്ക് വർക്കിന് പോകാൻ പറ്റില്ല, ബെഡിന് എണീക്കാൻ പറ്റില്ല, ഈവൻ എനിക്ക് പ്രോപ്പറായിട്ട് നിൽക്കാൻ പറ്റില്ല. ഞാൻ മേ ബി ഇങ്ങനെ വളഞ്ഞായിരിക്കും നിൽക്കുന്നത്. എനിക്ക് അത്രയും പ്രശ്നമുണ്ട്. പിന്നെ ഇപ്പം ഞാൻ പ്രോപ്പറായിട്ട് മരുന്നൊക്കെ കഴിച്ച്, ഓക്കെ ഈ മരുന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്താണ്, എല്ലാവരും മരുന്ന് കഴിക്കണം എന്നല്ല, ഒട്ടും പറ്റാത്തതുകൊണ്ട് ഡോക്ടറിനെ കണ്ടു. അങ്ങനെ എല്ലാ പ്രാവശ്യം ട്രിപ്പ് ഇടുന്നതിനെക്കാട്ടിലും ബെറ്റർ ആണ് നമ്മൾ ഒരു പെയിൻ കില്ലർ കഴിച്ച് അത് ഓക്കെ ആക്കുന്നത്. അപ്പോൾ പെയിൻ കില്ലറിന് മുന്നേ കഴിക്കേണ്ട മരുന്ന് കഴിച്ച്, ഫുഡ് കഴിച്ച്, പെയിൻ കില്ലർ കഴിച്ച് 1 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് വരും. ആ എഫക്റ്റ് വന്നതിന് ശേഷമായിരിക്കും ഞാനൊന്ന് ഓക്കെ ആവുന്നത്. ലൈക്ക് ഒരു ലാസ്റ്റ് ഒരു 6 months വരെയും ഞാൻ ഓക്കെ, 6 months തൊട്ട് ഇങ്ങോട്ട് ഞാൻ ഓക്കെ ആയത് ഈ മരുന്ന് എടുത്തതിന് ശേഷം. പിന്നെ ഞാൻ കുറച്ച് എൻഗേജ് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കോഴ്സിൻ്റെ പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ബോഡി എക്സസൈസ്, ഫുൾ ബോഡി എക്സസൈസ് ഒക്കെ ആ സമയത്ത് അത് തൊട്ട് ഇങ്ങോട്ട് ഞാൻ ഓക്കെ ആയിരുന്നു. അത് കണ്ടിന്യൂസ്ലി പോവുകയാണെങ്കിൽ ഞാൻ ഇനിയും ഓക്കെ ആകാൻ ചാൻസ് ഉണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് മാറി നിൽക്കാൻ പറ്റും. സിംറ്റം ഈ സ്റ്റാർട്ടിംഗ് ഡേ തൊട്ടാണോ അല്ലെ സിംറ്റംസ് ഇപ്പൊ ബാക്ക് പെയിൻ വന്നു വെച്ചോ, വന്ന് എത്തിയാവേ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ സിംറ്റം അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റും. സിംറ്റംസ് ഒരുപാട് അറിയാൻ പറ്റും. എനിക്ക് ബാക്ക് പെയിൻ അല്ല, മെയിൻലി എനിക്ക് സ്റ്റൊമക്ക് ഏക്ക് തന്നെയാണ്. ഈ ഒരു 2-3 ദിവസം മുന്നേ തൊട്ടേ എനിക്ക് ചെറിയ ഇങ്ങനെ വേണം. അപ്പം എനിക്ക് ഇതായാ മതി, അപ്പം അത് തൊട്ടുള്ള പെയിൻ നമ്മൾ അനുഭവിച്ചാൽ മതി. അല്ലെങ്കിൽ എന്താ ആ 2 ദിവസം മുന്നേ തൊട്ടേ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ഒരു പെയിൻ വരും, പിന്നെ അത് റിലീസാവും, പിന്നെ വീണ്ടും കഴിയുമ്പോൾ പെയിൻ വരും, പിന്നെ റിലീസാവും, പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇതാവുന്നത്. അപ്പം തൊട്ട് 1.5 ദിവസം വീണ്ടും പെയിൻ ആയിരിക്കും. അപ്പം അത്രയും ഇതിലൂടെ പോകാൻ വയ്യ. എങ്ങനെയെങ്കിലും പണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വന്നാൽ മതി എന്നുള്ള രീതിയിലാവും. പിന്നെ ഫുഡ് കഴിക്കണം പ്രോപ്പറായിട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയും എങ്ങനെയാണെന്ന്. എനിക്ക് 1 week മുന്നേ പ്രശ്നങ്ങൾ തുടങ്ങും. എനിക്ക് എന്നുവെച്ചാൽ ഡേറ്റ് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും, പക്ഷെ എന്നാലും ഒരാഴ്ച മുന്നേ തൊട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ തുടങ്ങും. എനിക്ക് ഡിസ്റ്റർബൻസ്, ഇങ്ങനെ കാലുവേദന തുടങ്ങും, പിന്നെ നടുവും വയറും, അങ്ങനെ നടുവേദന തുടങ്ങും. അപ്പം നടുവേദന കുറച്ച് യൂഷ്വൽ അല്ലാതെ കൂടുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ആണ്, ഓക്കെ ഇത് വരാറായതിൻ്റെ ആണ് നടുവേദന എന്ന് തോന്നും. പിന്നെ ഈ ഡേറ്റ് അടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം ചേച്ചി പറഞ്ഞാൽ ഒരു 2-3 ദിവസത്തേക്ക് ഇങ്ങനെ വന്നു എന്ന് ഇങ്ങനെ തോന്നും, പക്ഷെ ആക്ച്വലി ഇത് വന്നിട്ടുണ്ടാവില്ല. അപ്പം ഞാനൊരു ഇന്ന് വന്നെങ്കിൽ നമുക്ക് ആ ഒരു ഫീലിംഗ് തോന്നും. നല്ല വയറുവേദന കാണും. എനിക്ക് ഒരു ഫസ്റ്റ് ദിവസം ആണ് മിക്കവാറും ഭയങ്കര വയറുവേദന ഉള്ളത്. പിന്നെ അതിന് മുന്നലത്തെ ഈ ആവുന്നതിന് മുന്നലത്തെ ദിവസം, അതിന് മുന്നേ ദിവസം ഞാൻ ചിലപ്പോൾ സമയത്ത് ഇങ്ങനെ ആയി എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി ഇത് പാഡ് വെക്കാനൊക്കെ ശരിക്കും ഒന്നും ആയിട്ടില്ല, പറ്റിച്ചേന്നുള്ള സംഭവം. അപ്പൊ ഇങ്ങനെ ചേച്ചി എന്തെങ്കിലും ഒന്ന് വന്നെങ്കിൽ ഒന്നത് ഞാൻ ആലോചിക്കും, പാഡ് ഞാൻ ആലോചിക്കാറുണ്ട് ഈ സംഭവത്തില്. പണ്ടൊക്കെ ഞാൻ വിചാരിക്കും ഇത് എന്താണ് കൊണ്ടുപോകുന്നത്, ബ്രെഡ് ആയിരിക്കില്ല പണ്ടൊക്കെ നമ്മളൊരു സ്കൂളിലൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ചൊക്കെ കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻ ഒക്കെ അല്ലായിരുന്നു. ഇതിങ്ങനെ ബോയ്സ് കാണാതെ കൊണ്ടുപോകുക അങ്ങനത്തെ ഒക്കെ പറയാം. ബോയ്സ് വന്ന് ഈ ബാഗ് കുടഞ്ഞിട്ട്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ ബാഗ് കുടഞ്ഞൊക്കെ ഇടും ചില സമയം രാവിലെയൊക്കെ ചലഞ്ച് കയറുമ്പോൾ. അപ്പൊ നമ്മൾ ഇതുണ്ടെങ്കിൽ കണ്ടില്ലെങ്കിൽ ഇത് വീണ് ഇങ്ങനെയൊക്കെ തോന്നുമായിരുന്നു. പക്ഷെ ആക്ച്വലി അതിന്റെ ഒന്നും കാര്യമില്ല എന്നുള്ളത് പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോഴാണ് അതെന്തിനാ അങ്ങനെ ഹൈഡ് ചെയ്യേണ്ട ഒരു സാധനം അല്ല എന്നൊക്കെ മനസ്സിലായത്. എനിക്ക് ട്രാക്കിന്ന് പറയുമ്പോൾ പാഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ടേ എനിക്ക് പിന്നെ ഫുഡ്
കഴിക്കുന്നതിൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. പക്ഷെ എനിക്ക് ഈ ആകുന്നതിന്റെ തലേ ദിവസവും ഈ ഫസ്റ്റ് ഡേയും മര്യാദയ്ക്കുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. അത് എന്റെ മാത്രം പ്രശ്നമാണോ വേറെ ആൾക്കാർക്ക് ആ പ്രശ്നം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് നോർമൽ ഫുഡ് അല്ലാത്ത ദിവസം എനിക്ക് ചോറും കറിയൊക്കെ കഴിക്കാനായിട്ട് കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ ആ ഒരു 2 ദിവസം ആവുന്നതിന് മുന്നേയും ആയി കഴിഞ്ഞിട്ടുള്ള ആ ഫസ്റ്റ് ഡേ, ഇത് 2 ദിവസം എനിക്ക് മര്യാദയ്ക്ക് നമ്മൾ നോർമൽ വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കാൻ തോന്നുക. പക്ഷെ അല്ല, വേറെയും ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കില്ല. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഐസ്ക്രീമോ അല്ലെങ്കിൽ ജ്യൂസൊക്കെ കുടിച്ച്, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ ചിലപ്പം കോഫിയൊക്കെ മാത്രം കുടിച്ച് അങ്ങനെയൊക്കെ ആ ഒരു ദിവസം സർവൈവ് ചെയ്ത് പോകും. കാരണം കഴിക്കാൻ തോന്നൂല, എനിക്ക് ഒട്ടും കഴിക്കാൻ തോന്നില്ല. ചിലപ്പം കഴിക്കുവാണെങ്കിൽ ഛർദിലൊന്നും ഇല്ല, പക്ഷെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. ചോറൊന്നും എനിക്ക് ഒട്ടും കഴിക്കാനേ തോന്നില്ല. വിശപ്പും അങ്ങനെ ഞാൻ വലുതായിട്ട് അറിയില്ല. പിന്നെ ചിലപ്പോൾ അറിയുകയാണെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ചോക്ലേറ്റോ ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ കഴിക്കും. ആവശ്യമില്ലാത്ത സാധനം കഴിക്കാൻ തോന്നുക. പക്ഷെ അതുകൊണ്ട് അത് എല്ലാ മാസം വാങ്ങിച്ച് കഴിക്കുന്നത് അത്ര ഇതല്ല. അപ്പോൾ അതുകൊണ്ട് കോഫിയൊക്കെ വെച്ച് അല്ലെങ്കിൽ പാല് കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്താണ് ആ ഫസ്റ്റ് 2 ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, വേദനയൊക്കെ കുറയും. അപ്പോൾ പിന്നെ കുറച്ച് ആശ്വാസം. പക്ഷെ ഫസ്റ്റ് ഡേ കൂടുതലും കിടക്കാനൊക്കെ തോന്നും, കാരണം വേറെ വേദന കാരണം. അങ്ങനെ ഈ ന്യൂബീസ് പീരിയഡിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ വീഡിയോ കാണുമ്പോൾ പേടിക്കാൻ പാടില്ല കേട്ടോ, അല്ലേ? അതെ, വീഡിയോ കാണുമ്പോൾ നല്ല ലൈക്ക് ഇത് സംഭവിക്കും. പീരിയഡ്സ് ആദ്യമായിട്ട് വരുമ്പോൾ ബ്ലഡ് കാണുമ്പോൾ ചിലർക്ക് പേടിയുള്ളവരുണ്ടല്ലോ. ഓ മൈ ഗോഡ്, അങ്ങനെ ഉണ്ട്. അങ്ങനെ കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഇതൊരു നാച്ചുറൽ പ്രോസസ് ആണ്. വീഡിയോ കാണുമ്പോഴും നമ്മളിപ്പോൾ ആദ്യമേയൊക്കെ പറയണ കേൾക്കുമ്പോഴൊക്കെ ഓക്കെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക കാണുവാണെങ്കിൽ, അല്ലാണ്ട് അത് പേടിക്കേണ്ട കാര്യമില്ല. പണ്ട് ഒരു സ്കൂളിൽ ഈ ഗേൾസ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല സ്കൂളുണ്ട്. അപ്പോൾ എനിക്ക് ഏത് ക്ലാസ്സിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മളെല്ലാവരും ഇങ്ങനെ സെമിനാറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സെമിനാറൊക്കെ വരും ഈ ഗേൾസ് റിലേറ്റഡ് ടോപ്പിക്സിന് വേണ്ടി. അപ്പോൾ ഗേൾസിനെ മാത്രമേ കൊണ്ടുപോകണം. ഫസ്റ്റ് കാര്യം ക്ലാസ് കട്ട് ചെയ്താണല്ലോ അതിന് പോകണം, അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട്. രണ്ടാമത് അപ്പം ഒരിക്കൽ ഇതേപോലെ ഈ പീരിയഡ്സിനെ പറ്റി അപ്പോൾ അത് പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞ് പുറത്തുനിന്ന് ആരോ വന്ന് ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓക്കെ ഇതിനെപ്പറ്റി അറിയാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ ഇത് അറിയാലോ, ഇപ്പോൾ പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ പറയുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു തരുമല്ലോ എന്ന് വിചാരിച്ചു. അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാ ക്ലാസ് കട്ടടിച്ചത്. അല്ല, ക്ലാസ് കട്ടടിക്കുന്നതിന്റെ അത് വേറെ സന്തോഷമുണ്ട്. പക്ഷെ ഇത് അറിയാനും ഒരു, കാരണം നമുക്ക് ആ സമയത്ത് അത്ര അറിയില്ലല്ലോ. അപ്പൊ ഇതിനെപ്പറ്റി അറിയാനും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇവർ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് വലിയ കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് പോയിരുന്നു. അവർ ആക്ച്വലി ആ എനിക്ക് ഓർമ്മയുള്ളത് ഇങ്ങനെ അതിലിങ്ങനെ ഈ എന്തോ എഗ് ആണോ എന്താ ആക്ച്വലി മുട്ട അല്ലേ മുട്ട അല്ല ശേ ഓവുലേഷൻ അതിന്റെ അതിങ്ങനെ അതായത് അതിന്റെ ടേംസ് ഒന്നും എനിക്കിപ്പോ പറയാൻ അറിയില്ല. ഓക്കെ, അത് ഇങ്ങനെ വന്ന് ഇങ്ങനെ ആവുന്നതൊക്കെ ആ യൂട്രസിലേക്ക് വരുന്നതും ആ ഇങ്ങനെ പോകുന്നതും അതൊക്കെ ഓവുലേഷൻ. ഓക്കെ, ആ സംഭവം ഇങ്ങനെ ആ ഇമേജ് ഒക്കെ അത് ഇതില് കാണിച്ചു എന്നാണ് ഉദ്ദേശിച്ചത്. കാണിക്ക് വോമിറ്റ് വരണം എന്തിനാ. അപ്പൊ ഓക്കെ ഇത് ഇത്ര ക്ലിയർ ആയിട്ട് കാണിക്കല്ലേന്ന് പറഞ്ഞ് കണ്ടോണ്ടിരുന്നതും ദേ കട്ട്. കാരണം എന്താ വെച്ചാൽ ഏതൊരു കൊച്ചു ബോധക്കെട്ട് വീണ് ഞങ്ങൾ ആ കൊച്ചിനെ ആരാ ബോധക്കെട്ടെന്ന് എനിക്കിപ്പോ ഓർമ്മയില്ല, കാരണം പല ക്ലാസ്സിൽ നിന്നുള്ള പിള്ളേരുണ്ടല്ലോ. അപ്പത്തേക്ക് ഞാനും എന്റെ ഫ്രണ്ടും ഇവർക്കൊക്കെ ബോധക്കെട്ട് വീഴാൻ കണ്ട സമയം, എന്താ ബോധക്കെട്ട് വീഴണവർക്കൊക്കെ വരണ്ട മീൻസ് വേണം എന്നുള്ളൊരു അറ്റൻഡ് ചെയ്താൽ ഇത് കാണാൻ പറ്റില്ല താങ്ങാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യണം. ബാക്കിയുള്ളവർക്കും കൂടെ അത് കാണാൻ പറ്റാതെ ആയിപ്പോയി. അന്നത്തെ ക്ലാസ് മിസ്സായി, ഒന്നും പഠിച്ചില്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾ അറിയാമോ കുറച്ച് കൊച്ചു കൊത്തായി. പിന്നെ വേറെ സംഭവം ഇപ്പൊ മനസ്സിലായത് എല്ലാവർക്കും ഓരോ വിധത്തിലുള്ള പെയിൻ ആയിരിക്കും അല്ലേ. ഈ സെയിം പെയിൻ ആയിരിക്കില്ല ഇവിടെ, ഈ സെയിം പെയിൻ ആയിരിക്കില്ല ഇവിടെ. ഓരോരുത്തരുടെ ടോളറൻസ് അനുസരിച്ചിരിക്കും. പെയിനും ഡിഫറെന്റ് ആയിരിക്കും, ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവും ഡിഫറെന്റ് ആയിരിക്കും ആൾക്കാർക്ക്. എക്സ്ട്രീം പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല, ആർക്കും ടോളറേറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. യൂഷ്വലി ഗേൾസിന് കുറച്ച് ഇത് പെയിനൊക്കെ താങ്ങാനുള്ള ശേഷി ഉണ്ട് എന്നാണ് എല്ലാരും പറയുന്നത്. പൊതുവെ പറഞ്ഞുള്ള അറിവ്, കാരണം പ്രസവ വേദനയാണ് ഏറ്റവും വലിയ, അതൊക്കെ പറയുമല്ലോ. അപ്പം പക്ഷെ ഇത് ഏതായാലും അനുഭവിക്കാൻ പാടുണ്ട്. അതാണ് മൊത്തം നോ പെയിൻ നോ ഗെയിൻ പ്രോസസ് ആണല്ലോ ഇത്. അങ്ങനെ പറയാം. അപ്പം ഇത് പെയിൻ വന്നിട്ട് മാൻഡറ്ററി ആണോ, ഉണ്ടാവോ ഇല്ല ഹെൽത്തി ആവാത്തതിന്റെ ഒരു പ്രശ്നമാണോ? അങ്ങനെയല്ല. അത് ഇതാരും പറഞ്ഞു തന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കണ്ടേ ഡൗട്ട് അവരെന്തെങ്കിലും വിചാരിക്കും സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല.
അല്ല, ഹെൽത്തിന്റെ അല്ല, ഓരോരുത്തരുടെ ശരീരത്തിൽ നടക്കുന്ന പ്രോസസ്സ്, ഓരോരുത്തരുടെ ലൈക്ക് ഹോർമോണിന്റെ പ്രശ്നങ്ങളായാലും ഈ പറഞ്ഞ ഹെൽത്ത് ഒരു ഫാക്ട് ആകാം. ഒരു പെർട്ടിക്കുലർ മന്ത് മാത്രം ഓക്കെ ഭയങ്കര ബ്ലീഡിങ് വരുന്നത് ഒരു ഹെൽത്ത് ഫാക്ടർ ആകാം. പക്ഷെ പൊതുവെ ഇപ്പൊ ജനറ്റിക്സ് ആകാം, അവരുടെ പാരന്റ്സിന് അങ്ങനെ ഉണ്ടാവാം, അല്ലെങ്കിൽ പാരന്റ്സിനും ആയിരിക്കില്ല, അതിന് മുന്നേ ഉള്ള ജനറേഷൻസിൽ അങ്ങനെ ഉണ്ടാവാം. പിന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ ഇപ്പോഴത്തെ ഫുഡ്, അതൊക്കെ ഹെൽത്ത് ഡിപ്പെൻഡന്റ് ആണ്. പക്ഷെ അല്ലാത്ത ഈ ജനറ്റിക്സ് വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ തന്നെയാണ്. പിന്നെ ബോഡി ടൈപ്പും കാര്യങ്ങളും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ എനിക്ക് നേരത്തെ ചേച്ചി പറഞ്ഞ ചേച്ചിക്ക് ഈ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പൊ കുറച്ച് നോർമൽ വേദന അല്ല, ഒരു കുറച്ച് ഓക്കെ ആണെന്നുള്ള രീതിക്ക് വേദനയുണ്ട്, അല്ല വേദനയുണ്ട് പക്ഷെ ടോളറേറ്റ് ചെയ്യാൻ രീതിക്കുള്ള. അപ്പം എനിക്ക് ഈ ഇടയ്ക്ക് എക്സസൈസ് ചെയ്തോണ്ടിരുന്നപ്പോ ഞാൻ നടുവിന് വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്തോണ്ടിരുന്ന സമയത്ത് ആക്ച്വലി വേദന ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നടുവിന് വേണ്ടിയിട്ട് വൺസ് അപ്പോൺ എ ടൈം ചെയ്തപ്പോൾ ആക്ച്വലി അതിങ്ങനെ ഒരു ബക്കറ്റ് തൂക്കുന്ന ഒരു എക്സസൈസ് ആയിരുന്നു. അപ്പൊ അത് ബക്കറ്റിൽ വെള്ളം ഇങ്ങനെ നിറച്ചിട്ട് ആ ഒരു വെയിറ്റ് ഇങ്ങനെ പിടിച്ച് നമ്മൾ നടക്കുന്ന ഒരു എക്സസൈസാണ്. അപ്പൊ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആക്ച്വലി ഈ വേദനയ്ക്ക് ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. അത് ചെയ്തതുകൊണ്ട് ഡിഫറൻസ് വന്നതായിരിക്കാം. പക്ഷെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അത് ചെയ്യുന്നില്ല. അപ്പൊ വേദന പക്ഷെ അത് ചെയ്യുമ്പോ അതെന്തുകൊണ്ടാ അങ്ങനെ വരണേന്ന് അറിയില്ല, അങ്ങനെ വ്യത്യാസം വന്നിട്ടുണ്ട്. പീരിയഡ്സ് സമയത്തിലോ മുമ്പിലോ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസ് ഒക്കെ എന്താണ്? പീരിയഡ്സ് സമയത്ത് പെയിൻ ആണ് എനിക്ക് ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി. പിന്നെ എന്റെ വർക്കിന് പോകാൻ പറ്റില്ല, ഡെയിലി റുട്ടീൻ അത് ബാധിക്കുന്നുണ്ട്. എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, എനിക്ക് ഫുഡ് എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്ന് എഴുന്നേറ്റ് പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷെ അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പീരിയഡ്സിന്റെ സ്റ്റേജിൽ എത്തുന്ന മുമ്പ് എന്തായിരുന്നു നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ? എനിക്കറിയില്ല ഇത് എന്താ സാധനം, എനിക്കറിയില്ല എന്താ സംഭവം എന്നൊന്നും അറിയില്ല. നമുക്ക് ആ സമയത്ത് ഇപ്പോഴത്തെ പോലെ ഒരു ഗൂഗിൾ ആക്സസോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഉണ്ടെങ്കിലും ഭയങ്കര ലിമിറ്റ്. അപ്പം നമ്മൾ ഇതൊന്നും അങ്ങനെ നോക്കത്തില്ല. ഓൾറെഡി 1-2 ഫ്രണ്ട്സിനായ സമയത്ത് ഓക്കെ അവരിങ്ങനെ പറഞ്ഞു എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നു, അപ്പം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ അവരോട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടില്ല. ഞാൻ ആക്ച്വലി പേടിച്ചു പോയി ഫസ്റ്റ് ടൈം ആയപ്പോൾ. എനിക്ക് എന്താ സംഭവം എന്ന് ആക്ച്വലി എനിക്ക് മനസ്സിലായില്ല. എനിക്ക് വല്ല ക്യാൻസർ ആണോ സത്യം എന്തോ എക്സാം സമയമായിരുന്നു, ഈ ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, അങ്ങനത്തെ എന്തോ എക്സാം ഇല്ല. ആ ദിവസം പോയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച ലീവ് ആയിരുന്നു. അതിന്റെ സന്തോഷം ഉണ്ടായിരുന്നു. വീട്ടിൽ തന്നെ ഇരിക്കല്ലോ. പക്ഷെ പാഡ് വെക്കുന്നതിന്റെ ഒക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങളും അതിപ്പോഴും എനിക്ക് വെക്കാൻ ഇഷ്ടമില്ല. സത്യം പറഞ്ഞാൽ അത് കംഫർട്ടബിൾ അല്ല. കുഴപ്പമില്ല, ഇപ്പൊ ഞാൻ ഒരു കോട്ടൺ പാഡ് യൂസ് അത് ഓക്കെ ആണ്. പക്ഷെ സ്റ്റിൽ അതൊരു നമുക്ക് യൂഷ്വലി നമ്മളത് വെക്കാൻ നടക്കുമ്പോൾ നമ്മൾ ഫ്രീ ആണല്ലോ. അപ്പൊ അതിന്റെ ഒരു അൺകംഫർട്ടബിൾ ഇതുണ്ട് സംഭവം. അപ്പം മറ്റേ മെൻസ്ട്രൽ കപ്പൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് യൂസ് ചെയ്തിട്ടില്ല. എനിക്കത് യൂസ് ചെയ്യാൻ അത്ര കംഫർട്ടബിൾ അല്ല, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ അത് ആക്ച്വലി ഭയങ്കര കംഫർട്ടബിൾ എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ പാഡ് ആക്ച്വലി അത്ര കംഫർട്ടബിൾ അല്ല. കാരണം നമ്മൾ ഓക്കെ ആണ്, നമ്മളിപ്പോൾ അത് വെച്ചേ പറ്റുള്ളൂ, അപ്പോൾ ഓക്കെ ആണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പം നമുക്ക് പ്രശ്നമാവും അങ്ങനെയൊക്കെ. അപ്പോൾ ഈ പീരിയഡ്സിന്റെ സ്റ്റേജിൽ എത്തുന്ന മുമ്പ് എന്തായിരുന്നു ഈ പീരിയഡ്സ് എന്താണ് സംഭവം? അപ്പൊ ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല. ഫസ്റ്റ് ഇതായി ഞാൻ രാവിലെ ഇരുന്ന് ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുക എക്സാമിന്. അപ്പൊ ആ സമയത്ത് ബാത്റൂമിൽ പോയപ്പോഴാണ് ഇങ്ങനെ ഈ ഇത് ബ്ലഡ് സംഭവം. അപ്പത്തേക്ക് ഞാൻ ഇങ്ങനെ അമ്മതാ ബ്ലഡ് വന്ന് പറഞ്ഞിട്ട് അത്ര എനിക്ക് ഓർമ്മയില്ല ഡീറ്റെയിൽ ആയിട്ട്. പക്ഷെ എന്നാലും അങ്ങനെ. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വീട്ടിൽ പിന്നെ ഇങ്ങനെ ഒരു സന്തോഷം ഒരു സംഭവമാണല്ലോ. അപ്പൊ പിന്നെ ടീച്ചറിനെ വിളിച്ച് പറഞ്ഞു അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ വരില്ല, ഒരാഴ്ചത്തേക്ക് വരില്ല എന്നൊക്കെ വിളിച്ച് പറഞ്ഞ് പിന്നെ കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്ന സന്തോഷം. അമ്മ ഞാൻ എക്സാം പാസ്സായി. അപ്പൊ അന്നാണ് അറിയുന്നത്, അതിന് മുമ്പ് ഇത് എന്താണെന്ന് അറിയത്തില്ല. ഇല്ല എനിക്ക് അറിയില്ല. വണ്ടർഫുൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതായത് എന്തെങ്കിലും ഇങ്ങനെ വല്ലതും വന്നാൽ കാണുവാണെങ്കിൽ വീട്ടിൽ പറയണം എന്നുള്ള സംഭവം. അങ്ങനെ ഒരു ഹിന്റ് എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷെ ഫ്രണ്ട്സ് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ 1-2 പേർക്കൊക്കെ ആയപ്പോ ഇങ്ങനെ പറയുന്ന കേട്ടായിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്ത് പനിക്കായി, ഞാൻ മേടിച്ചു. അയ്യോ എനിക്ക് എന്തോ പറ്റി. പെട്ടെന്ന് നമ്മൾ ഇത് കാണുമ്പോഴേ പേടിയാ. പക്ഷെ അത് ആക്ച്വലി പേടിക്കേണ്ട കാര്യമില്ല. അത് പിന്നീടാണ് അമ്മ പറഞ്ഞു തന്നപ്പോഴാണ് മനസ്സിലായത് ഇതാണല്ലേ സംഭവം. പിന്നീടാണ് ആ കുട്ടി പറഞ്ഞു എനിക്ക് കണക്ക്. ഓ അതാ ഓക്കെ ഇതാണ്. ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഹൗ ഡു യു ഫീൽ?
സെയിം ആയിരുന്നു? എനിക്ക് പെയിൻ ഇല്ലായിരുന്നു. എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ഉറങ്ങിപ്പോയി. അല്ല, എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞ. വേദന ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും അങ്ങനെ ഓർമ്മയില്ല. എനിക്ക് വീട്ടിൽ നിന്ന് ഇത് ഹിന്റ് തന്നെയാണെന്ന് അറിയില്ല. പക്ഷെ എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് എന്തോ ലൈക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി എനിക്ക് ഒന്ന് കുറെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിങ്ങനെയൊക്കെ ആകും എന്നുള്ളത്. വീട്ടിൽ നിന്ന് പറഞ്ഞു എനിക്കിപ്പോ അതൊന്നും അത്ര ക്ലിയർ ആയിട്ടൊന്നും ഓർമ്മയില്ല. പക്ഷെ ആരോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഐഡിയ ഉണ്ട് എന്തൊക്കെയോ. കുട്ടിയെടുത്ത് പോയി ഐഫൈ എന്ന് പറഞ്ഞ എനിക്ക് വന്ന് സെയിം പിഞ്ച്. എന്തായാലും നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാറ്. അങ്ങനെയാണ്. സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയ മൈൻഡ് സെറ്റ് എന്തായിരുന്നു? അയ്യോ, മറ്റേ അവിടെ തൊടാൻ പാടില്ല, ഇവിടെ തൊടാൻ പാടില്ല. അയ്യോ, അപ്പൊ ഞാൻ ആദ്യമൊക്കെ അയ്യോ ഇതെന്തോ മറ്റേ ഈ അശുദ്ധി അങ്ങനത്തെ അൺടച്ചബിൾ. ശരിക്കും അങ്ങനെയാണ്. അവിടെ തൊടാൻ പാടില്ല, ഇവിടെ തൊടാൻ പാടില്ല, അങ്ങനെയൊക്കെ. എനിക്കൊന്നും ചെടി പോലും നമ്മൾ മറ്റേ തുളസിയുടെ അടുത്ത് പോകാൻ പാടില്ല, തുളസി പറിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ. വേറെയും ഏതോ ചെടി പറയും തോന്നുന്നു. പക്ഷെ തുളസി മാത്രം എനിക്ക് ഇപ്പോൾ ഓർമ്മയുള്ളൂ. തുളസി എടുക്കാൻ പാടില്ല, അടുത്തോടാൻ പാടില്ല, പൂജാ റൂമിന്റെ അടുത്തൂടെ പോകാൻ പാടില്ല, ഇപ്പുറത്തൂടെ പോണം. പിന്നെ വീട്ടിനകത്തുണ്ടെങ്കിൽ വീട്ടിനകത്ത് കയറാൻ പാടില്ല. പക്ഷെ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ എനിക്കൊന്നും അമ്മയുടെ കാലത്ത് അങ്ങനെ ആയിരുന്നു എന്നറിയില്ല. ആ പണ്ടത്തെ ഇതിലൊക്കെ അവർക്ക് ആക്ച്വലി വീട്ടിൽ നിന്ന് തന്നെ എനിക്കൊന്ന് വെളിയിൽ റൂമുണ്ടോ അങ്ങനെ എന്തൊക്കെയോ റൂം, പിന്നെ നിലത്ത് കിടത്തു, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായി. കറക്റ്റ് സംഭവങ്ങൾ അറിയില്ല. പക്ഷെ പണ്ടൊക്കെ അങ്ങനെ അമ്മമ്മയ്ക്കൊക്കെ പക്ക അങ്ങനെ തന്നെയായിരുന്നു തോന്നുന്നു. കൊറേ മാറി വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെ അവിടെ കിടക്കാൻ പാടില്ല, ഇവിടെ കിടക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ സ്റ്റിൽ അപ്പൊ എനിക്ക് പീരിയഡ് സമയത്ത് എൻ്റെ വീട്ടിലല്ലാണ്ട് വേറെ എങ്ങും പോയി നിൽക്കാൻ കംഫർട്ടബിൾ അല്ല. കാരണം പലർക്കും ഇങ്ങനെ എൻ്റെ വീട്ടിൽ അങ്ങനെ ഓവറായിട്ട് പറയാം. ശരി, പൂജാ റൂമിൽ പോകാൻ പാടില്ല എന്ന് പറയാറുണ്ട്, അതെൻ്റെ വീട്ടിൽ പറയുന്ന കാര്യമാണ്. അവിടെ ഇരിക്കാൻ പാടില്ല, ഇവിടെ ഇരിക്കാൻ പാടില്ല എന്നൊന്നും എനിക്ക് വീട്ടിൽ പ്രശ്നമില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് വേറെ എങ്ങും പോകാൻ താല്പര്യമില്ല. കാരണം വേറെ എവിടെയെങ്കിലും പോയി താമസിച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ കുറേ റൂൾസും കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ. കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങളാണല്ലോ പറയുന്നത്, അപ്പോൾ നമുക്ക് കേട്ടോണ്ടിരിക്കാനും തോന്നില്ല. പക്ഷെ നമുക്ക് അപ്പോൾ ഇത് കറക്റ്റായിട്ട് അത് ഇപ്പോൾ ഒക്കെയാണ് സത്യം പറഞ്ഞാൽ. കുറേ റീസെൻ്റ്ലി ആണ് ലൈക്ക് ഓക്കെ ഇത് അൺടച്ചബിൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം അല്ല എന്നൊക്കെ ഉള്ള ഒരു കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലാണ്ട് ഞാനും അപ്പോൾ അയ്യോ അൺടച്ചബിൾ അങ്ങനെ എന്തുവാണ്, നമ്മളങ്ങനെ തൊടാൻ പാടില്ല, അശുദ്ധി, അതെന്തൊരു ഭയങ്കര സംഭവമാണ് അങ്ങനെയാണ് വിചാരിച്ചത്. ഇപ്പം ഈ അമ്പലത്തിൽ കയറാൻ പറ്റില്ല എന്നൊരു സംഭവം ഉണ്ടല്ലോ, അതുപോലും ഞാൻ ശരിക്കും വിചാരിച്ചത് ഇതെന്തൊരു പ്രശ്നമാണ്, അപ്പം നമ്മൾ കയറാൻ പാടില്ല, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ഇന്റർനെറ്റിൽ എന്തൊക്കെയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ അശുദ്ധി അങ്ങനത്തെ ഒരു സെൻസിലല്ല. ദൈവം പോലും നമുക്ക് റെസ്പെക്ട് തരുന്നൊരു സമയം അങ്ങനെ എന്തോ ആണെന്നൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്ച്വലി പണ്ടേ തൊട്ട് വരുന്ന ആൾക്കാർ പറഞ്ഞ് അതിനെ റീസൺസ് ഒക്കെ പലതാണ് ആക്കുന്നത്. ശരിക്കുള്ള റീസൺ ഇതൊന്നും ആയിരിക്കില്ല. ഇപ്പൊ നഖം വെട്ടുന്ന ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. ഇപ്പൊ നഖം വെട്ടുന്ന നമ്മൾ സന്ധ്യക്ക് വെട്ടാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ വീട്ടില് പറയാറുണ്ട്. ഒരു കറക്റ്റ് റീസൺ ഞാൻ ഇടയ്ക്ക് വായിച്ചപ്പോ കണ്ടതെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഈ കുടില് അങ്ങനത്തെയൊക്കെ സെറ്റ് പണ്ട് കാലങ്ങളിൽ അങ്ങനെ ആയിരിക്കുമ്പോൾ പിന്നെ കറണ്ടോ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ഇത് വിളക്കൊക്കെ കത്തിച്ചായിരിക്കുമല്ലോ നമ്മൾ ഇരിക്കുക വീട്ടിൽ, മറ്റേ വിളക്കും അങ്ങനത്തെ സംഭവം. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തറയിലൊക്കെ ഇരുന്ന് നഖം വെട്ടിക്കഴിയുമ്പോഴത്തേക്ക് അത് ഭക്ഷണത്തിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ അത് കഴിക്കുമല്ലോ. അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് കൊണ്ടാണ് ആക്ച്വലി നമ്മൾ എന്തോ തറയിൽ നഖം വീഴാൻ പാടില്ല, അല്ലെങ്കിൽ ഇരുട്ടത്തിരുന്ന് സന്ധ്യ കഴിഞ്ഞാകുമ്പോഴത്തേക്ക് ഇരുട്ടുമല്ലോ, അപ്പം നമ്മൾ നഖം വെട്ടുമ്പോഴത്തേക്ക് അത് തറയിലെങ്ങാനും വീണ് നമ്മുടെ ഫുഡിലെങ്ങാനും വീണ് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു രീതിക്കുള്ള എക്സ്പ്ലനേഷനൊക്കെ ഞാൻ കണ്ടു. അപ്പോഴാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ആയിരുന്നില്ലേ. അപ്പം ഇതേപോലെയാണ് ഓരോ കാര്യങ്ങളും. ഈ പീരിയഡ്സിന്റെ കാര്യത്തിൽ കുറെ ആവശ്യമില്ലാത്ത കുറെ ഇത് പറയുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഞാൻ ഈവനിങ് ആണ് നഖം വെട്ടുന്നത് കേട്ടാ. അയ്യോ വെട്ടില്ലെന്ന് പറഞ്ഞ അപ്പം തന്നെ ഞാൻ വെട്ടും. താങ്കൾക്ക് എന്താണ് ഫേസ് ചെയ്തിട്ടുള്ള ഡിസ്കംഫർട്ട് ഫ്രം ദ സൊസൈറ്റി പിന്നെ മൈൻഡ് സെറ്റ്? ഈ ഗായത്രി പറഞ്ഞ പോലെ തന്നെ കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറേ റെസ്ട്രിക്റ്റഡ് ആണ് ആ ഒരു സമയത്ത് നമുക്ക്. പക്ഷെ അതിലോട്ട് ഇത്രയും വർഷം അങ്ങനെ പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റ് വരയ്ക്ക് ഞാൻ അത് ഫോളോ ചെയ്യുന്ന വെച്ചാൽ അമ്പലത്തിൽ കയറാൻ പാടില്ല, ഒബ്വിയസ്ലി അത് ഫോളോ ചെയ്യും, അത് അങ്ങനെ ഫോളോ ചെയ്യും. അതല്ലാണ്ട് ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഇപ്പം സോഫയിൽ ഇരിക്കാൻ പാടില്ല, ബെഡിൽ കിടക്കാൻ പാടില്ല, അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്, അച്ഛനും അമ്മയും അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ തന്നല്ല വളർത്തിയത്. നമ്മൾ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഇവിടെ ഇരിക്കാൻ പാടില്ല, അവിടെ ഇരിക്കാൻ പാടില്ല, അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് അതെ. അപ്പം ഞാനും കംഫർട്ടബിൾ അങ്ങനെയാണ്. അപ്പം ആ പീരിയഡ്സിന്റെ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ
നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായാലും പ്രശ്നമില്ല. ഒറ്റയ്ക്ക് ഇപ്പം എൻ്റെതായ ഒരു സ്പേസിലാണ് ഞാൻ നിൽക്കുന്നെങ്കിൽ അവിടെ എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആൾക്കാരൊക്കെ പോലും നമ്മളിങ്ങനെ തൊടാണ്ടൊക്കെ പോകുന്ന സംഭവം ഉണ്ടല്ലോ. ഈ ചെടിന്ന് ഇല പിച്ചുന്ന ചെടി വാടിപ്പോകുന്നു എന്തോ പറയും, അങ്ങനെ എന്തോ പറയും. അപ്പൊ അതുപോലെ നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. എനിക്കിങ്ങനെ ചെടി പറിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പോവാറില്ല. അല്ലെങ്കിൽ പക്ഷെ എന്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ ഭാവിയിൽ ഞാൻ ഇതൊക്കെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇത്ര നാളില്ലായിരുന്നു ആ ഒരു കോൺസെപ്റ്റ്. പക്ഷെ അമ്പലത്തിൽ പോകുന്ന കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, പൂജാ റൂമിൽ കയറാൻ പാടില്ല. ആ ഒരു കോൺസെപ്റ്റ് മാത്രം എന്റെ വീട്ടിൽ ഞാൻ ഫേസ് ചെയ്തു. ചിലര് ഞാൻ ഇടയ്ക്ക് എവിടെ പോയപ്പോഴത്തേനും ഏതോ കസിനാണ്, അവർക്ക് പീരിയഡ്സ് ആയിരുന്നു. പക്ഷെ ആളുടെ എന്തോ ബർത്ത്ഡേയോ ആനിവേഴ്സറി അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പൊ ഞാൻ ആക്ച്വലി നമ്മള് എന്തോ എവിടെ പോവാൻ നിൽക്കുക, നമുക്ക് എന്തോ ഫംഗ്ഷൻ എന്തായിരുന്നു. അപ്പൊ ഞാൻ അപ്പഴാ പെട്ടെന്ന് ആളെ വിഷ് ചെയ്യുന്ന ആരോ ഓർത്തത്. അപ്പൊ ആൾക്ക് പീരിയഡ്സ് ആയിട്ട് നിൽക്കായിരുന്നു. അപ്പൊ ഞാൻ സന്തോഷത്തില് പോയി വിഷ് ചെയ്ത് ഹഗ് ചെയ്ത് വിഷ് ചെയ്തു. അപ്പത്തേക്ക് അവിടെ നിന്നൊരു ആന്റി, ആ ആന്റി വന്നിട്ട് എന്നോട് പറയാൻ അവർക്കൊരു മടിയുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞില്ല. പക്ഷെ അവരവിടെ വന്നിട്ട് അതായത് അവരുടെ അടുത്ത് വരരുത്, ഈ കസിൻ അവരുടെ അടുത്ത് വരരുത്, പീരിയഡ്സ് ആണെന്നുള്ള രീതിക്ക് എന്തോ പറഞ്ഞു. അപ്പൊ ഈ ചേച്ചിയും എന്റെ അടുത്ത് ഇങ്ങനെ പീരിയഡ്സ് ആണ്, ഞാൻ അതെനിക്കറിയാം, ഞാൻ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവർക്ക് എന്നോടൊന്നും പറയാനും വയ്യ. പക്ഷെ ഇവരെ എന്റെ അടുത്ത് വരണ്ട അവർ ഞാൻ ഇങ്ങനെ സംഭവമായിരുന്നു. അത് ആക്ച്വലി അശുദ്ധി കൊണ്ടല്ല എന്നുള്ളത് ഇപ്പോഴും പലർക്കും അറിയില്ല. ശരിക്കും അത് അശുദ്ധി കൊണ്ടല്ല, അതിന് വേറെ അതിന്റേതായ റീസൺസ് ഉണ്ട്. പീരിയഡ് ടൈമില് ഫേസ് ചെയ്ത ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ട ഇൻസിഡന്റ് എന്താണ്? ഒരെണ്ണം കേക്കെടുത്ത് പറഞ്ഞായിരുന്നു, ഞാൻ അത് ഉദ്ദേശിച്ച് ചോദിച്ചാണോ എന്ന് വിചാരിച്ചു പെട്ടെന്ന്. I am asking about the open question. What is this? അത് To understand future generation. എന്താണ് നമുക്ക് വേണ്ടത് മാറ്റം. ഞാൻ ആക്ച്വലി എൻ്റെ വീട്ടിൽ ചെയ്യാറ് ഈ പാഡ് കത്തിക്കുകയാണ് ചെയ്യാറ്. അപ്പൊ ഞാൻ കഴിയുന്നത് ഇപ്പൊ ഞാൻ ക്യാമ്പിൽ NSS ക്യാമ്പൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊന്നും ഞാൻ അവിടെ നമുക്ക് പ്രോപ്പറായിട്ട് വേസ്റ്റ് ഒരു കളയാനുള്ള ഒരു ഇതൊന്നും ഇല്ലാത്ത സാഹചര്യം ആണെങ്കിൽ ഞാൻ പ്ലാസ്റ്റിക് കവറിലിട്ട് പൊതിഞ്ഞ് ബാഗിലാക്കി വീട്ടിൽ കൊണ്ടുവന്ന് കത്തിക്കുള്ളൂ. ഞാൻ ഒരു 2-3 കവർ എന്തായാലും ഇടും, അല്ലെങ്കിൽ ഇനി സ്മെല്ലൊക്കെ വന്നാലോ എന്ന് ഓർത്തിട്ട്. അങ്ങനെ സ്മെല്ല് വരും. അപ്പൊ അതുകൊണ്ട് ഈ പ്ലാസ്റ്റിക് പേപ്പറിൽ പൊതിഞ്ഞ് കവറിൽ പൊതിഞ്ഞ് പിന്നെ ഒരു കവറിൽ പൊതിഞ്ഞൊക്കെ ബാഗിനകത്ത് വെക്കുള്ളൂ. കാരണം നമുക്ക് സെപ്പറേറ്റ് തൂക്കൊണ്ടുള്ള ഓപ്ഷൻ കാണില്ലല്ലോ, ഓൾറെഡി ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടപ്പോൾ ഇത് നടക്കില്ല. അപ്പോൾ ബാഗിനകത്ത് തന്നെ വെക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യാം. പക്ഷേ എപ്പോഴും എവിടേക്കോ പോയി ഈ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ നിൽക്കേണ്ടി വരുമ്പോഴത്തേനും അവർക്കൊക്കെ ഇങ്ങനെ നമ്മൾ വീട്ടിൽ കത്തിക്കാനും സമ്മതിക്കില്ല. അതായത് നമ്മളിത് വാഷ് ചെയ്യണം, ഇതിൻ്റെ അകത്തുള്ള കോട്ടൺ ഇത് ക്ലോസറ്റിനകത്ത്, അതായത് ഇത് നമ്മൾ ഓപ്പൺ ചെയ്യണം. അതായത് ഇതിനൊരു പല ലെയർ ഉണ്ടല്ലോ. അപ്പം ഉണ്ടല്ലോ എന്നല്ല, പല ലെയർ ഉണ്ട്. അപ്പം അതിനെ നമ്മളിങ്ങനെ ഔട്ടർ ലെയർ ഒന്നിങ്ങനെ എടുത്തിട്ട് അതിനകത്തുള്ള കോട്ടൺ ഉണ്ടാവും, അതിലാണ് ഈ ബ്ലഡ് സോക്ക് ചെയ്തിരിക്കുക. ആ ബ്ലഡിനെ നമ്മൾ ക്ലോസറ്റിനകത്ത് കളഞ്ഞിട്ട് ഇതിങ്ങനെ വാഷ് ചെയ്ത് ഇതിനെ നമ്മൾ കത്തിക്കണം. ലൈക്ക് അങ്ങനെയൊക്കെ പറയാറുണ്ട് പലരും. പക്ഷെ കോട്ടനെ ഫ്ലഷ് ചെയ്ത് കളയണം, കോട്ടനെ. എന്നിട്ട് ഈ ഔട്ടർ സംഭവം ഉണ്ടല്ലോ അത് നമ്മൾ കഴുകിയിട്ട് വേസ്റ്റിൽ കൊണ്ടിടുക അല്ലെങ്കിൽ കത്തിക്കുക, അങ്ങനെ എന്തേലും. എനിക്ക് ആക്ച്വലി അത് അത്ര കംഫർട്ടബിൾ അല്ല, കാരണം ഞാൻ വീട്ടിൽ അങ്ങനെ ശീലിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും കത്തിച്ച് കളയുക എന്നുള്ള പരിപാടി ഞാൻ തന്നെ കത്തിക്കും, പക്ഷെ അത് കത്തിച്ച് കളയും. അല്ലാണ്ട് ഇങ്ങനെ ഒരു പരിപാടി എനിക്ക് ശീലമില്ല. അപ്പം എനിക്ക് അതൊക്കെ ഭയങ്കര ഒരുമാതിരി തോന്നിയിട്ടുണ്ട്. എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ്, എനിക്കിങ്ങനെ ഒന്നും ചെയ്യാൻ ഇഷ്ടമല്ല. അപ്പം ഞാൻ കത്തിക്കുകയുള്ളൂ. അതൊക്കെ എനിക്ക് ഇപ്പോഴും എനിക്കൊരു ഓർമ്മയുള്ളൊരു സംഭവമാണ്. അയ്യോ എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു അന്ന് എനിക്ക്. ഇങ്ങനെ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മ ഇങ്ങനെ ചെയ്യേണ്ടി വന്നമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഈ കവർ പരിപാടിയൊക്കെ തുടങ്ങിയത്. റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകുമ്പോൾ ആരുടെയും വീട്ടിൽ പോയി നിൽക്കാറില്ല. പൊതുവെ എനിക്ക് എല്ലാവരും ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുള്ള സ്വഭാവമായതുകൊണ്ടും പ്രത്യേകിച്ച് പീരിയഡ് സമയത്ത് ഞാൻ ആരുടെയും വീട്ടിൽ പോയി നിൽക്കാറില്ല. കഴിയുന്നത് എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കും. അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിൽ ചിലപ്പോ ഒക്കെ പോയി, അത്ര പ്രശ്നമില്ലാത്ത ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോയി നിന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇൻട്രോവേർട്ടോ? ഞാനോ ഇൻട്രോവേർട്ട് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ ആൾക്കാരായിട്ട് കമ്പനി ആവാൻ കുറച്ച് പാടാണെന്നേ ഉള്ളൂ. പക്ഷെ ഇൻട്രോവേർട്ട് എനിക്ക് അറിഞ്ഞൂടെ, ഇൻട്രോവേർട്ടിന്റെ ശരിക്കുള്ള ഒരു മീനിങ് ഒന്നും എനിക്ക് അറിഞ്ഞൂടെ. അപ്പം പീരിയഡ്സ് ടൈമില് അനുഭവിച്ച ഒരു ഇൻസിഡന്റ്, മനസ്സിൽ നൊന്ത ഒരു ഇൻസിഡന്റ് എന്താണ്? ഇന്ത്യ വാണ്ട്സ് ടു നോ, ദ വേൾഡ് വാണ്ട്സ് ടു നോ. ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്റെ സ്വന്തം കാര്യങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് ഞാൻ പോകുമ്പോഴത്തേക്കും ആ സമയത്ത് എനിക്ക്
എനിക്ക് അത്രയും വയ്യാണ്ടിരിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കിട്ടാണ്ടിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് എഴുന്നേറ്റ് പോവാൻ വയ്യ, ലിറ്ററലി ബെഡിൽ നിന്ന് ഇറങ്ങി പോവാൻ പറ്റില്ല. ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ നിക്കാൻ പോലും എനിക്ക് പറ്റില്ല, അമ്മാതിരി സീനാണ്. അപ്പൊ ഞാൻ കുനിഞ്ഞ് ഇങ്ങനെയൊക്കെ ആയിരിക്കും, നീ പിടിച്ചൊക്കെ ആയിരിക്കും നിക്കുന്നത്. അപ്പൊ അതായത് എല്ലാ മാസവും ഇത് സീനാണ്. ചില മാസങ്ങൾ ആ ഒരു എക്സ്റ്റെൻഡിൽ പോവും. അപ്പം അതിന്റെ കൂട്ടത്തിൽ എനിക്ക് വോമിറ്റിങ്, വേറെ കുറെ പ്രശ്നങ്ങൾ വരും. എനിക്ക് ഓൾറെഡി BP ലോ ആവുന്ന പ്രശ്നമുണ്ട്, അതിന്റെ കൂടെ എനിക്ക് ലെഗ് പെയിനും എല്ലാം വരുന്ന ഇൻസിഡൻസ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് ആരും മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്ക് പ്രശ്നങ്ങൾ വരും, ബുദ്ധിമുട്ട് വരും. പേഴ്സണലി എനിക്ക് ബുദ്ധിമുട്ട് വരും. അതിനെക്കാട്ടിലും ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ മേ ബി എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് സെൽഫായിട്ട് എന്റെ കാര്യം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ എന്നുള്ളൊരു ഇത്. അറ്റ്ലീസ്റ്റ് ഞാൻ ഓക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടി ചെയ്യേണ്ട ബേസിക് കാര്യങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു പ്രശ്നം എനിക്ക് അവിടെ അത് ഭയങ്കരമായിട്ട് വരും. ഈ പറഞ്ഞ പോലെ ചില വീടുകളിൽ പോകുമ്പോൾ അവിടുത്തെ കുറെ ഇതുണ്ട്, ലൈക്ക് അവിടെ ഇരിക്കാൻ പാടില്ല, ഇവിടെ ഇരിക്കാൻ പാടില്ല, സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം അത് ഞാൻ മാക്സിമം എനിക്ക് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഓൺ സ്പേസ് ആണെങ്കിൽ, നമ്മളൊരു പേഴ്സണൽ സ്പേസ് ആണെങ്കിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം എവിടെ ഇരിക്കണം നമുക്ക് ഡിസൈഡ് ചെയ്യാം. പക്ഷെ മറ്റൊരു വീട്ടിൽ പോയിട്ട് നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ നമ്മൾ അകപ്പെട്ട് പോവുകയാണെങ്കിൽ അങ്ങനത്തെ സമയത്തൊക്കെ എനിക്ക് ഓക്കെ അവിടെ ഇരിക്കാൻ പറ്റില്ല, ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ഞാൻ എവിടെ പോയി ഇരിക്കും എന്നുള്ളൊരു അങ്ങനെ ഒരു ഇത്. അപ്പൊ പക്ഷെ എനിക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടമല്ലെങ്കിലും എന്തെങ്കിലും കാരണം പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും പോകേണ്ടി വരുമല്ലോ. ആ ഒരു സമയത്തുള്ള ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഹോർമോണൽ ചേഞ്ചസ്. പക്ഷെ എനിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ മൂഡ് സ്വിങ്സിനെക്കാട്ടിലും എനിക്ക് പ്രശ്നമാണ്, എനിക്ക് ഫിസിക്കൽ പെയിൻ ആണ് കൂടുതൽ വരുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് മൂഡ് സ്വിങ്സ് സംഭവങ്ങളും വന്നു പോവാറുണ്ടോ അറിയുന്നില്ല, അതിനുള്ള ആവതില്ല, മൂഡ് സ്വിങ്സ് കാണിക്കാനുള്ള ആവതില്ല. അതുകൊണ്ട് മൂഡ് സ്വിങ്സ് അങ്ങനെ പൊതുവെ എനിക്ക് കുറവാണ്. എനിക്ക് പെയിൻ ആണ്, ഫിസിക്കൽ പെയിൻ ആണ്. ഇത്രയും ഉള്ളതുകൊണ്ട് എക്സ്ട്രീം മൂഡ് സ്വിങ്സ് എനിക്ക് ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലും ചെറിയ കാര്യമായിരിക്കും ചോദിക്കണം, പക്ഷെ ദേഷ്യം വരും. സിമ്പിൾ കാര്യമാണോ വെച്ചാൽ അപ്പൊ ഡേറ്റ് എടുത്തല്ലേ അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ ചില സമയം ലൈക്ക് സ്വന്തമായിട്ടുള്ള പ്രശ്നം ചില കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ചിരിക്കും. ചിരി തുടങ്ങി ചിരി നിർത്താൻ പറ്റാതെ, അത് ഇതിന്റെ ഈ സമയത്താണ് ഇത്ര പ്രശ്നം പറയുന്നത്. പിന്നെ അതെനിക്കറിയില്ല അത് മൂഡ് സ്വിങ്സ് ആണോ എനിക്ക് വട്ടാണോ. പിന്നെ കരച്ചില് വരും ചില സമയം, ഭയങ്കര വിഷമം വരും അങ്ങനെ. അപ്പൊ എന്തിനാ കരയണേ അറിയില്ല. കരച്ചില് വരും, എനിക്ക് ആങ്കർ പെട്ടെന്ന് വരും, എനിക്ക് കരച്ചില് വരും, എനിക്ക് ദേഷ്യം വരും, അതേപോലെ കരച്ചിലും വരും. എന്ന് കരയുന്ന അറിയില്ല, റീസൺ ഇല്ല. ചില സമയം റീസൺസ് ആണോ, ചില സമയത്ത് റീസൺ ഉണ്ടാവൂല. ചെറിയ എന്തെങ്കിലും കാര്യം ഇതിനെന്തിനാ കരഞ്ഞെന്ന് ഞാൻ തന്നെ പിന്നെ ആലോചിക്കും. പക്ഷെ അങ്ങനെ ഇരുന്ന് കരയാറും ഉണ്ട്. ശരിക്കുള്ള കാരണത്തിനും കാര്യം അല്ലാതെയും കാര്യം കോമഡിയാണ്. Nice and wonderful. How was your experience? My experience is unimaginable, എന്തെന്ന് പറയാ, unbelievable. It was a nice conversation. ഇപ്പം പണ്ടത്തെ കാട്ടിലും കുറെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടില്ലേ? നോളേജ് ഷെയറിംഗ് ആയാലും അൺടച്ചബിലിറ്റി ആയാലും വന്നിട്ടുണ്ടോ? വന്നിട്ടില്ലേ? നമ്മുടെ ജനറേഷനില് കുറച്ചൊക്കെ എന്നുവെച്ചാൽ അതിലും മാറ്റമില്ലാത്ത ആൾക്കാരും ഉണ്ട്, സ്റ്റിൽ മാറ്റമുള്ള ആൾക്കാരും ഉണ്ട്. മാറിയോ, കംപ്ലീറ്റ് ആയിട്ട് മാറിയോന്നൊക്കെ ചോദിച്ചു. നമ്മള് പഴയ ജനറേഷന്റെ കൂടെ ഇന്ററാക്ട് ചെയ്യുന്നവരല്ലേ നമ്മൾ പലരും. അപ്പം അത് കംപ്ലീറ്റ്ലി ഈ ഒരു ഞങ്ങളുടെ ഒരു ഏജ് ഗ്രൂപ്പിനൊന്നും അതിന്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടില്ല. മേ ബി അടുത്ത ജനറേഷനിൽ അതിന്റെ ഒരു അഡ്വാൻറ്റേജ്, ഇനി വരാൻ പോകുന്ന ജനറേഷൻസിന് അഡ്വാൻറ്റേജസ് ഉണ്ടാവാം. പിന്നെ ഇവരൊക്കെ പണ്ടേ ഇത് ഫോളോ ചെയ്ത് വന്നിട്ട് പെട്ടെന്ന് അവർക്കത് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളൊരു കാര്യം അത്രയും വർഷം നമ്മൾ ശീലിച്ച് പെട്ടെന്ന് അത് മാറ്റാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് മനസ്സിലാവാത്തത് ഈ പീരിയഡ് സമയത്തില് എന്തുകൊണ്ടാണ് അമ്പലത്തിൽ പോകാൻ പറ്റുന്നത്, വിടാത്തത്, പറ്റാത്തത്? അതിന്റെ ആൻസർ എനിക്ക് അറിയായിരുന്നു, കുറച്ചു നാൾ മുന്നേ എനിക്ക് അറിയായിരുന്നു. ഞാൻ വീഡിയോ എന്തോ കണ്ടിട്ട്, വീഡിയോ എന്തെല്ലോ ക്ലിയർ ആയിട്ട് അത് എഴുതി അങ്ങനെ. അപ്പൊ ആ ഒരു എക്സ്പ്ലനേഷൻ വായിച്ചപ്പം ആ സൈഡ്, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ വായിച്ചപ്പോ എനിക്ക് തോന്നി ഇതാണല്ലേ. എന്നിട്ട് ഞാൻ എന്റെ ഫ്രണ്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു, അഭിരാമിയായിട്ട്. അന്നിങ്ങനെ ഞങ്ങൾ രണ്ടുകൂടി ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ട, ഇതാണ് റീസൺ. നമ്മളെ വീട്ടിലൊരുമാതിരി ഇങ്ങനെ, പക്ഷെ നമ്മൾ കുഞ്ഞിലെ തൊട്ട് കേട്ട് വരുമ്പോഴത്തേക്ക് അത് വേറൊരു രീതിക്കാണ് ഞാൻ അത് മനസ്സിലാക്കിയിട്ടുള്ളത്. അമ്പലത്തിൽ കയറാൻ പറ്റില്ല, അപ്പൊ എന്തോ പ്രശ്നമാണെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ആക്ച്വലി അതിനൊരു വേറെ റീസൺ ഉണ്ട്. കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ അത് പറയാൻ പറ്റില്ല, അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ. എനിക്ക് ഇപ്പോഴും ആ ഒരു വാലിഡേഷൻ കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം
ക്വസ്റ്റ്യൻ ചോദിക്കൂലേ. അപ്പം ഈ അമ്പലത്തിൽ എന്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല പീരീഡ് സമയത്തിൽ ആര് ചോദിച്ചാലും അത് അങ്ങനെ പോകാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ എന്തുകൊണ്ട് meaning അല്ല, പക്ഷെ അങ്ങനത്തെ റീസൺ അല്ല, അത്രയും അയ്യോ എന്ന് പറയേണ്ട റീസൺ അല്ല ആക്ച്വലി. എനിക്ക് അന്നത്തെ ഒരു ചെറിയൊരു ലൈൻ ഓർമ്മയുള്ളത്, എനിക്ക് അത്ര 100% ഉറപ്പില്ല, പക്ഷെ എനിക്കൊരു ഓർമ്മയുള്ള സംഭവം അതില് ദൈവം പോലും നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സമയമാണ് അങ്ങനെ എന്തോ. അപ്പൊ ഇപ്പം ഗർഭിണികൾ തന്നെ 7 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകരുത് എന്ന് പറയും. അതെന്ന് വെച്ചാൽ അതിനകത്തൊരു കുഞ്ഞുണ്ടല്ലോ, അത് ദൈവത്തിനേക്കാളും മേളിലെന്ന എന്തോ ആണ് ആ കുഞ്ഞിനെ പറയുന്നത്. അപ്പം ദൈവം പോലും എനിക്കും, കുഞ്ഞ് ഗർഭിണിയായ ഒരു സ്ത്രീ വരുമ്പോ ദൈവം പോലും എനിക്കും എന്നുള്ളൊരു അങ്ങനത്തെ എന്തോ ഒരു സംഭവം ഉണ്ട്. അപ്പം അതുപോലത്തെ ഒരു സിമിലർ കോൺസെപ്റ്റ് ആണ് ഈ പീരിയഡ്സിലും പറയുന്നത് ആക്ച്വലി. ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത്. അതെ അതെ, പോസിറ്റീവ് രീതിക്ക്, അല്ലാതെ നെഗറ്റീവ് അല്ല ആക്ച്വലി. അതൊരു ഭയങ്കര പോസിറ്റീവ് രീതിക്കാണ് പറയുന്നത്. ചില അമ്പലങ്ങളിലുണ്ട് ദേവിമാർക്ക് ഇങ്ങനെ പീരിയഡ്സ് ആയതുകൊണ്ട് വേറൊരു നടയിലേക്ക് മാറ്റിയിരുത്തും. അമ്പലത്തിന്റെ പേര് ഇപ്പം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ പോയിട്ടുണ്ട് അമ്പലത്തിൽ. അങ്ങനെ ചില അമ്പലങ്ങളിൽ ഇങ്ങനെ ദേവിക്ക് ഇന്ന സമയത്ത് പീരിയഡ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് വേറൊരു നടയിലേക്ക് അങ്ങനത്തെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട്. എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താ വെച്ചാലേ, ബോഡിയിൽ നടക്കുന്ന നാച്ചുറൽ പ്രോസസ് ആണ്, അല്ലാതെ ആർട്ടിഫിഷ്യലി കുത്തി കയറ്റുന്നതൊന്നുമല്ല. ഗോഡ് എന്ന് പറഞ്ഞ എന്താണ്, നേച്ചറാണ്. അപ്പം ഗോഡ് ഉണ്ടാക്കുന്ന നേച്ചുറലി പ്രോസസ് ആയതുകൊണ്ട് എന്തുകൊണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല ഈ പീരിയഡ് സമയത്തില്? കമന്റ് ബിലോ. യെസ്, കമന്റ് ബിലോ. ഇന്ത്യ വാണ്ട്സ് ടു നോ. പൊങ്ങി എലു പൊങ്ങിയല്ല എല്ലാരെയും പൊങ്ങിയല്ലേ ഇത് വെച്ചാ തമിഴാണ്. ആൾക്കാർ മിണ്ടാതിരിക്കാതെ ഒരു റിയാക്ട് ചെയ്യുന്നു. പൊങ്ങിയല്ലേ? ഓക്കെ, തമിഴ് വേർഡാണ്. തമിഴ് വേർഡാണ്. സോറി ഐ എം എനിക്ക് മറന്നുപോയി കേട്ടോ, സത്യം പറഞ്ഞ. പൊങ്ങി എഴുந்து വാന്നൊക്കെ ചൊല്ലില്ലേ? എഴുந்து വാന്ത ഇത് വേറെ ഒരു ഇത് അർത്ഥമാണ്. കണ്ട അത്ര എന്താണിത്? കൊളാക്കിളി അത് കൊള്ളാം. 5 points. അതൊരു ഇഷ്ടപ്പെട്ടു കേട്ടോ, കൊള്ളാം. അപ്പം ഇത് നിങ്ങൾക്ക് അറിയാവുന്നത് കമാൻഡ് ബിലോ. ഓക്കെ, കമന്റ് ബിലോ. സാനിറ്ററി നാപ്കിൻ ഒക്കെ പിന്നെ കേക്ക് ഒരു പോയിന്റ് എത്തിയപ്പോ ഇത് കണ്ടിട്ടില്ലേ, ലൈക് ബോയ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താന്ന് വെച്ചാൽ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ? കടയിൽ നിന്ന് വാങ്ങിയിട്ട് മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും, മേടിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ മേടിക്കുമ്പോ അവിടെ തന്നെ ഈ പേപ്പർ റാപ്പ് ഒക്കെ ചെയ്തു തരും. അപ്പൊ കേടാവാതിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുക. ഒരു ചോക്ലേറ്റ് സിനിമയിലെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതല്ല, ചോക്ലേറ്റ് സിനിമയിലെ സിറ്റുവേഷൻ കേക്ക് നേരത്തെ ബ്രെഡ് ആയിട്ട് തോന്നി, ബ്രെഡ് ആണെന്ന് തോന്നുന്നു ഒരു പൃഥ്വിരാജ് എടുത്ത് റാപ്പൊക്കെ ചെയ്ത് പറയുന്നത് ആൾക്കാരെ കണ്ട അയ്യോ ഇത് എന്താണ് അയ്യോ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അത് കൊറേ വ്യത്യാസമുണ്ട്. ഇപ്പൊ കടയിൽ പോയി പറയുമ്പോ ഒന്നും അങ്ങനെ വലിയ സീനില്ല, കൂളാണ് കുറച്ചുകൂടെ. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പുതിയ പോയിന്റ്സോ? ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ, അമ്പലത്തിൽ എന്തുകൊണ്ട് പീരിയഡ് സമയത്തിൽ പോകാൻ പറ്റുന്നില്ല, പാടില്ല, ഇല്ല പോകാമോ, എന്തുകൊണ്ട്? സൊസൈറ്റി എല്ലാത്തിനും ഒരു എന്താ പറയുക ട്രാപ്പ് ഇല്ലെങ്കിൽ ലോക്ക് സിസ്റ്റം വെച്ചേക്കും. അതിൽ നമ്മൾ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ആൻസർ ഇല്ല. ആണോ അല്ലേ? പല കാര്യങ്ങൾക്കും ആൻസർ ഇല്ല. അതങ്ങനെയാണ്, അത്രേ ഉള്ളൂ. കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. ചോദിച്ചാ തർക്കുത്തരം എന്ന് പറയല്ലേ? അതെ അതെ അതെ. അപ്പൊ ഇതേപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഇഷ്ടപ്പെട്ടാൽ ഇനിയും വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതെ അതെ, ഇട്ടുതന്നാൽ നമുക്ക് പൊളിച്ചെടുക്കാം. റോസ്റ്റിംഗ് ആണ്, സൊസൈറ്റിനെ റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ് ഇനി വേറെ നമ്മൾ വിട്ടാ വിട്ടില്ലല്ലോ. ബമ്പർ വീട്ടിലുള്ളവരവരെ നോക്കുക, കെയർ ചെയ്യുക. ആ സമയത്ത് എക്സ്ട്രാ കെയർ സപ്പോർട്ട്. അല്ലാതെ ഇങ്ങനെ തൊടാൻ പാടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല, അത് മാത്രമല്ല, ഇപ്പൊ വെള്ളം വേണം അല്ലെങ്കിൽ ഇപ്പൊ ചായ വേണം എന്നൊക്കെ പറഞ്ഞാ ഒന്ന് ഇട്ട് കൊടുക്കുക. ചായയും കോഫിയൊക്കെ ഇടാൻ പഠിക്കുക. ചായ വരെ എത്തിയില്ല ഞാൻ. ചായ ഒരു കുഞ്ഞായതുകൊണ്ട് കോഫി വരെ എത്തിയിട്ടുള്ളൂ. അവളൊരു കുഞ്ഞു പോലും. അപ്പൊ കെയർ ചെയ്യുക. അവർക്ക് പറ്റുകയാണെങ്കിൽ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. ബട്ടർ ബൺ ആർക്കോ വേണ്ടി
സ്വന്തമായിട്ട് വേണ്ടിയിട്ട് പറയും പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ. അല്ലെങ്കിൽ പിന്നെ വേണ്ടല്ലേ ബട്ടർ പൊന്നൊന്നും. എനിക്ക് ഞാൻ കഴിക്കില്ലല്ലോ ബട്ടർ അവളുടെ കാര്യം ഞാൻ പറഞ്ഞത്. അവളുടെ ഫേവറേറ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞത്. അല്ല മീൻസ് അങ്ങനെ ഇപ്പൊ ഐസ്ക്രീം എന്തായാലും എല്ലാ മാസം വാങ്ങിച്ചു കൊടുക്കണം അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ കെയർ ചെയ്യുക, ബേസിക് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വേണം എന്ന് പറയുമ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഇപ്പൊ ചൂടുവെള്ളം, ചായ, ഇതൊക്കെ ചിലപ്പോ വേണ്ട, കേക്ക് കോഫി ഉണ്ടാക്കാൻ പഠിച്ചോണ്ട് പിന്നെ കുഴപ്പമില്ല. അതൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കുക. പിന്നെ കുറച്ച് പീസ് ഓഫ് മൈൻഡ് കൊടുക്കുക. പീസ് ഓഫ് മൈൻഡ് എപ്പോഴും വേണം, പക്ഷെ ഈ സമയത്ത് കുറച്ച് കൂടുതൽ കൊടുക്കണം. പിന്നെ വേറൊരു പോയിന്റ് ഞാൻ മനസ്സിലാക്കിയത്, എല്ലാ മാസം ഐസ്ക്രീം മേടിച്ചു കൊടുക്കാം, പക്ഷെ ഡെയിലി മേടിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇനി നിങ്ങളെ തമ്മിലുള്ള അടയൊക്കെ ഞാൻ നോക്കാനോ? എനിക്ക് ഐസ്ക്രീം ഞാൻ കുടിക്കില്ലല്ലോ. നീ എന്താ കുടിക്കുന്നത്? അപ്പൊ ഞാൻ ചായ വെള്ളം കുടിക്കും. സ്ട്രോങ് ടീ വിത്തൗട്ട് ഷുഗർ. സ്ട്രോങ് ട്രീ. ഓക്കെ ഓക്കെ. ട്രീ അല്ലടാ, ടീ. അപ്പൊ അതാണ്. അപ്പൊ അത് എന്തോ ഒരു ഇത് പറയാൻ വന്ന ഒന്നും പറയാനില്ല. ഇനിയിപ്പം വീഡിയോ ലെങ്ത് എത്ര ആയെന്ന് അറിഞ്ഞൂടാ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ബൈ. ചൂടത്ത് പണ്ടാ എങ്ങനെ തുടങ്ങുന്ന അറിയുള്ളൂ. അപ്പം